മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. കഴിഞ്ഞ ദിവസം 2 MLA-മാരുടെ വീടുകൾക്ക് തീയിട്ടു. അസമിൽ നദിയിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആവണി ചന്ദ്ര ചേരുകയാണ്. ആവണി, ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് ക്യാമ്പ് ചെയ്ത് അത്തരത്തിൽ യോഗങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ സ്ഥിതി നിലവിൽ എങ്ങനെയാണ്? തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമിത്ഷാ അടക്കം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളായിരുന്നു. എന്നാൽ മണിപ്പൂരിൽ ഈ തരത്തിൽ സ്ഥിതി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും അമിത്ഷാ അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് യോഗം ചേരുക. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് മണിപ്പൂരിൽ നടക്കുന്നത്. മേത്തേ കുക്കി വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നു. ഇതിന്റെ ഭാഗമായി സാധാരണ കർഷകരെ അടക്കം ഉന്നമിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ 1.5 വർഷത്തോളമായി ഈ ആക്രമണങ്ങൾ തുടങ്ങിയിട്ട്, എന്നാൽ കഴിഞ്ഞ ഒരു 14 ദിവസങ്ങൾക്കുള്ളിലായി നിരവധി പേർ അവിടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആക്രമണങ്ങളിൽ 13 MLA-മാരുടെ വീടുകൾക്കാണ് ഇപ്പോൾ തീയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും 2 MLA-മാരുടെ വീടുകൾക്ക് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടെ 13 MLA-മാരുടെ വീടുകൾക്കാണ് നിലവിൽ തീയിട്ട ഒരു സാഹചര്യമുള്ളത്. ഒപ്പം തന്നെ അസമിലെ നദിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മണിപ്പൂരിൽ നിന്നുള്ളവരുടേതാണെന്നാണ് കരുതുന്നത്. എന്തായാലും മണിപ്പൂരിലെ സ്ഥിതി ഇത്രയും അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണം. മണിപ്പൂരിൽ ഇത്രയും 1.5 വർഷത്തിന് മേലെയായിട്ടും മണിപ്പൂരിനെ ശാന്തമാക്കാൻ സാധിക്കുന്നില്ല. അവിടുത്തെ സ്ഥിതിഗതികൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബിരേൻ സിംഗിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ BJP സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അതൊന്നും പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണുള്ളത്. അവിടെ വീണ്ടും സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ അമിത്ഷാ നേരിട്ടെത്തി യോഗത്തിനായി എത്തുന്നത്. എന്തായാലും സർക്കാരിന് സംസ്ഥാനത്ത് യാതൊരു നിയമനവും ഇല്ലെന്ന് വ്യക്തമായ തരത്തിൽ NPP അടക്കം പറഞ്ഞിരുന്നു. NPP-ക്കാണ് ഇപ്പോൾ BJP-ക്കെതിരെ, ബിരേൻ സിംഗിനെതിരെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുക്കി സായുധ സംഘടനകൾക്കെതിരെ 24 മണിക്കൂറിനകം നടപടിയെടുക്കണമെന്ന് മെയ്തേ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അറിയാം. ശരി, ഏതായാലും മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. സമാധാന ശ്രമങ്ങൾക്കായുള്ള യോഗങ്ങൾ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വവും നൽകുന്നുണ്ട്. ആവണി ചന്ദ്രയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.